സൈസിൽ അളവിൽ അടിക്കുക. ഇതിപ്പോ 12 mm ആണ്, 12 mm. നമ്മുടെ കുർത്തിയിലൊക്കെ മുത്ത് പേളടിച്ചോണ്ടിരിക്കുകയാണ്. പാച്ച് എംബ്രോയിഡറി ആണ്. പാച്ച് എംബ്രോയിഡറി ഇതിപ്പോ ഇങ്ങനെ വർക്ക് ഉണ്ട്. ഇത് വർക്ക് ചെയ്തതിന് ശേഷം ഈ പൂമ്പാറ്റ ഡിസൈൻ എന്താണ് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഇങ്ങനെ ലേസറിൽ ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കിയാൽ ടെക്നോളജിയാണ്. ഒരു അടിപൊളി കുർത്തീസ് ഒക്കെ ആ പാച്ച് എംബ്രോയിഡറി ചെയ്തോണ്ടിരിക്കുന്ന കാഴ്ച. പാച്ച് നോർമൽ, അതിന്റെ മുകളിൽ ബീഡ്സ് സീക്വൻസ് മിക്സ് ചെയ്തിട്ട് എല്ലാവർക്കും ഒന്ന് ചോദിക്കും. അത് ലേസർ ഒപ്റ്റിമൈസർ ലേസർ മെഷീനിൽ കട്ട് ചെയ്ത് കണ്ടോ. കോഡിംഗ് ആണ്. കോഡിംഗിന്റെ പല ടൈപ്പ് കോഡിംഗ്. അത് പ്ലെയിൻ സാരി കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് എംബ്രോയിഡറി ചെയ്യാണ്. ഓരോ ബോർഡർ വർക്കുകളാണ്. ഓരോ വർക്കുകളാണ് അല്ലേ? ബോർഡർ വർക്കുകളാണ്. അത് ഇവർ ഡിസൈൻ ചെയ്താണ്. പ്രോഗ്രാം ചെയ്യും. നല്ല ഡിസൈനാണ്. ഇതൊക്കെ ഇവിടുന്ന് ചെയ്യുന്നതല്ലേ? 100% മെഷീനിൽ ചെയ്യണം. അതിപ്പോ ചാനലി ഉണ്ട്. ഈ ഡിവൈസ് ചാനലി ലൂപ്പ് എന്നൊക്കെ പറയാം. ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് അത്രയും സ്പീഡായിരിക്കില്ല, ഭയങ്കര. ഇതൊക്കെ നമ്മളെ എന്താ പറയാ ക്ലാസിക് അപ്പയർ ഇൻഡസ്ട്രി ചെയ്യുന്ന വർക്ക്സ് ആയത് കുടിക്കുന്ന സംഭവട്ടാ. ആ ഡിസൈൻ വർക്കിംഗ് ആയത് അത്രയും സ്പീഡിൽ ചെയ്ത് നമുക്ക് എംബ്രോയിഡറി സർവീസസ് ചെയ്യുന്നത്. അത് നമ്മൾ ഈ ബൾക്കായിട്ട് ചെയ്യിപ്പിക്കുന്ന ആൾക്കാർക്ക് സപ്പോർട്ടിംഗ് വർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. എംബ്രോയിഡറി വർക്ക് ഇവിടെ ചെയ്തു കൊടുക്കും. എംബ്രോയിഡറി വർക്ക്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ വെച്ചാൽ നമ്മളെ എറണാകുളത്ത് വാഴക്കാല ചെമ്പുമുക്കിൽ ഒരു അടിപൊളി ഒരു കമ്പനി മുമ്പിൽ കേട്ടോ. നമ്മൾ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് എന്താ പറയുക കേരളത്തിന് പുറത്ത് ഗുജറാത്തിലാണ്, രാജസ്ഥാൻ, അങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ പോയിട്ട് നമ്മൾ ടെക്സ്റ്റൈൽ, അതായത് ഗാർമെന്റ് ഇൻഡസ്ട്രി, മാനുഫാക്ചറിങ്ങും അങ്ങനെ സംഭവം ഒരുപാട് വീഡിയോസ്, 100 കണക്കിന് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്ത് വെച്ചാൽ നമ്മുടെ കുർത്തീസൊക്കെയാണ്, ലേഡീസിൻ്റെ കുർത്തീസൊക്കെയാണ്. അപ്പോൾ ഈ കുർത്തി മാനുഫാക്ചറിങ് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ എല്ലാവരും നമ്മുടെ ഈ നമ്മുടെ ഈ ഭാഗത്ത് നെക്കിൻ്റെ ഭാഗത്തൊക്കെ നല്ല അടിപൊളി എംബ്രോയിഡറീസും മറ്റും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും ചെയ്യാൻ നമ്മൾ ഈ ഗുജറാത്തിനോ അതുപോലെ അഹമ്മദാബാദൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു കമ്പനി, ഒരു അടിപൊളി ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനീൻ്റെ മുമ്പിൽ നമ്മൾ ക്ലാസിക് അപ്പാർ ഇൻഡസ്ട്രിയുടെ സ്ഥാപനം. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് ഈ കുർത്തീസ് ആണെങ്കിൽ അതുപോലെ തന്നെ ടീഷർട്ട്, യൂണിഫോം, എന്താ പറയുക, ബാഗ്സ്, അങ്ങനെ A to Z എംബ്രോയിഡറി സർവീസ് ചെയ്തൊരു അടിപൊളി ഫാക്ടറി. ഉള്ളിൽ ഈ പുറത്ത് നമുക്ക് ഉള്ളിൽ പോയാൽ ശരിക്കും ഞെട്ടിപ്പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ വേണ്ടി ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് എന്താ പറയുക, ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ സർവീസസ് ആവശ്യമില്ല, എംബ്രോയിഡറി സർവീസ് ആവശ്യമില്ലായിരിക്കുമെങ്കിലും തീർച്ചയായും ബന്ധപ്പെടാൻ നല്ല അടിപൊളി അഫോർഡബിൾ കോസ്റ്റിൽ ചെയ്തൊരു സ്ഥാപനം കൂടി നമ്മുടെ ക്ലാസിക് അപ്പയർ ഇൻഡസ്ട്രി. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഇതിൻ്റെ ഓണറായ ഔസേപ്പച്ചൻ, പുള്ളിക്കാരുടെ പേര് ഔസേപ്പച്ചൻ എന്നാണ്. ബ്രോയാണ് നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസിക് അപ്പയർ ഇൻഡസ്ട്രീസ്, അത് VK വിലയൻ ചെമ്പൂക്ക്. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഷോപ്പല്ല, ഈ ഒരു കമ്പനീൻ്റെ ഉള്ളിൽ, ഈ വലിയൊരു കമ്പനി, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴുണ്ട് 100 കണക്കിന് മെഷീനും കാണുന്നത്. ആദ്യം നമുക്ക് ഷോപ്പിൻ്റെ നമ്മുടെ കമ്പനീൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നമ്മളെ ഇതിൻ്റെ ഓണറായ നമ്മുടെ സുഹൃത്ത് ഔസേപ്പച്ചൻ ബ്രോ, എന്തൊക്കെയാണ് വിശേഷം? ഫുൾ തിരക്കിലാണല്ലേ? ഇതിപ്പോൾ കുറച്ച് ചോറ് കഴിക്കാനുള്ള സമയം കിട്ടിയപ്പോൾ നമ്മളൊരു ഇൻട്രോ എടുക്കുന്നത് അല്ലേ? ഇതിപ്പോൾ എന്താണ് ശരിക്കും നമ്മുടെ കമ്പനി എവിടെ ലൊക്കേഷൻ? ഇത് ചെമ്പുമുക്ക് വാഴക്കാല, നമ്മുടെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ സൈഡിലായിട്ട് വരും. നമ്മുടെ എറണാകുളം ടൗൺ നടത്തുന്നത്, പാലാരോട് നടത്തുന്നത് അല്ലേ? ഇതിപ്പോൾ ശരിക്കും തുടങ്ങി എന്താ ശരിക്കും ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ? ഇവിടെ ബേസിക്കലി എംബ്രോയിഡറി സർവീസസ് ചെയ്യുന്നത്. അത് നമ്മൾ ഈ ബൾക്കായിട്ട് ചെയ്യിപ്പിക്കുന്ന ആൾക്കാർക്ക് സപ്പോർട്ടിംഗ് വർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. എംബ്രോയിഡറി വർക്ക് ഇവിടെ ചെയ്തു കൊടുക്കും. എംബ്രോയിഡറി വർക്ക് ഏതൊക്കെ കാറ്റഗറി, എന്തൊക്കെ ഐറ്റംസിന് വേണ്ടിയിട്ട്? ഇവിടെ കുർത്തീസ്, സാരീസ്, ഫ്രോക്സ്, അതുപോലെ തന്നെ കിഡ്സ് വെയർ, പിന്നെ പാവയുള്ള എംബ്രോയിഡറീസ്, ടോയ്സ്, ബാഗ്സ്, അങ്ങനെ ഇന്ന ഐറ്റം ഒന്നുമില്ല, ഏത് ഐറ്റത്തിൽ വേണമെങ്കിലും ചെയ്യാം. A to Z എംബ്രോയിഡറി സർവീസ്, കർട്ടൻസ്, ഡെക്കോർ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ശരിക്കും സത്യം ഇങ്ങനത്തെ കമ്പനികളൊക്കെ ഞാൻ ഈ ഗുജറാത്തിലും നമ്മുടെ തമിഴ്നാട് ഉള്ളിലും കണ്ടിട്ടുണ്ട്. ശരി, കേരളത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ട് സത്യം വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത് തുടങ്ങി കുറെ വർഷമായോ? ഇപ്പൊ ഒരു 5 കൊല്ലമായി. 5 കൊല്ലമായിട്ട് ഇപ്പൊ ഏകദേശം ഒരു എവിടെയൊക്കെ സപ്ലൈ ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്തിട്ട്? നമ്മള് എറണാകുളം, കൊല്ലം, കോഴിക്കോട്, തൃശ്ശൂർ, ഓൾമോസ്റ്റ് എല്ലാ കേരളത്തിലും ചെയ്യുന്നുണ്ട് അല്ലേ? ഇതിങ്ങനെ തുടങ്ങിയാലൊരു കാരണം, ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു എനിക്ക്. ബാക്ക്ഗ്രൗണ്ട് ഇപ്പം നമ്മളിപ്പോ ഫാഷൻ ഡിസൈനിങ് പഠിച്ചത്. ബ്രോ ഫാഷൻ ഡിസൈൻ കഴിഞ്ഞ ആളാണ്. അപ്പൊ അതിന്റെ ഒരു പാഷന്റെ പുറത്ത് വന്നതല്ലേ? പാഷന്റെ പുറത്ത് വന്നതാണ്. ഇപ്പൊ നമ്മള് അത് ജോലിയായിട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മുടെ ബിസിനസ് ഫാമിലിയാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു നല്ല ആശയമായിട്ട് തോന്നി. അധികം പേര് ഇവിടെ ചെയ്യുന്നില്ല. കോംപ്ലക്സീവ് ആയിട്ടുള്ള വർക്കുകൾ അധികം ആൾക്കാർ ചെയ്യുന്നില്ല. ഞാൻ നോർമൽ ആയിട്ടുള്ള രീതി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പടിയായിട്ട് നമ്മൾ അഡപ്പ് ചെയ്ത് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടൈപ്പ് വർക്കുകളും ഇവിടെ നമുക്ക് ചെയ്തെടുക്കാം. ഇന്ത്യയിൽ അവൈലബിൾ എല്ലാവിധ വർക്ക്, എംബ്രോയിഡറി വർക്ക് ഇവിടെ ചെയ്യുന്നുണ്ട്. ഫുൾ ഹൈടെക് മെഷീനാണ് അല്ലേ? ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ നമ്മൾ ഈ എറണാകുളത്തെ നമ്മൾ വാഴക്കാല ചെമ്പൂക്കുള്ള ക്ലാസിക് അപ്പോൾ എന്തൊക്കെ ചെയ്യുന്നത്. അത് ഇത് ശരിക്കും സർവീസ് ആയിരിക്കാണ് ഉപകാരപ്പെടുന്നത്. ശരിക്കും ഹോൾസെയിലേഴ്സ്, അതുപോലെ തന്നെ ബൾക്കായിട്ട് ചെയ്യുന്ന ഓൺലൈൻ പാർട്ടീസ്,
അത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടാവും ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ കൂടുതൽ ഓൺലൈനാണ് ചെയ്യുന്ന ആൾക്കാർ. അവർക്ക് ജസ്റ്റ് സിംഗിൾ പീസ് കാണിച്ച് ഓർഡർ എടുത്തിട്ട് അവർ ബൾക്കായിട്ട് പ്രൊഡക്ഷൻ ചെയ്യും. ഓർഡർ എടുത്ത് അവർക്കുള്ള സപ്പോർട്ടുകൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം. കുർത്തി ആണെങ്കിലും ടീഷർട്ട് ആണെങ്കിലും ബാഗ് ആണെങ്കിലും അതുപോലെ തന്നെ എന്ത് യൂണിഫോംസ് അതിന് വേണ്ടി ചെയ്യാൻ പറ്റില്ല. അത് എംബ്രോയിഡറി എവിടെ വേണോ അവിടേക്കും എല്ലാ സാധനം നമ്മൾ ചെയ്തു. അത് ഏത് ടൈപ്പ് വേണോ എല്ലാ ടൈപ്പും അവൈലബിൾ, എല്ലാ ടൈപ്പ്, ഓൾ ടൈപ്പ്. നമുക്ക് വഴി കണ്ടോക്കിയാലോ, ഓരോന്നോരോന്ന് കണ്ടോക്കാം അല്ലേ. അപ്പോൾ ഉത്സവിച്ച ബ്രോ നമുക്ക് എവിടുന്ന് തുടങ്ങാം? ക്ലാസിക് അപ്പയർ ഇൻഡസ്ട്രി നമുക്ക് എവിടുന്ന് തുടങ്ങാം? നമുക്ക് ഫസ്റ്റ് നമുക്ക് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ്, പിന്നെ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കാണിച്ചു പറ്റും അല്ലേ. ആദ്യം നമുക്ക് ഇപ്പൊ ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നതാണോ? ഇതെല്ലാം 100% ഇവിടെ തന്നെ. ഇത് മൊത്തം ഈ കാണുന്ന ഈ ടേബിളിൽ കാണുന്ന ഡിസൈൻസ്, അത് എംബ്രോയിഡറി മൊത്തം ഇവിടെ ചെയ്യുന്നതാണ്. ശരിക്കും ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ റെഡിമെയ്ഡ് പോലെ അല്ലേ? ഇതൊക്കെ സംഭവം ഇത് പറഞ്ഞാല് നമ്മുടെ സാരീസ് ഡൈഡ് സാരിമ നമ്മൾ എംബ്രോയിഡറി ചെയ്ത്, അതായത് പ്ലെയിൻ സാരി കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് എംബ്രോയിഡറി ചെയ്യണം. പാർട്ട് വർക്കാണ് ചെയ്തേക്കണം. ചെസ്റ്റ്, മുന്താണി, ഫ്ലീറ്റ്, അങ്ങനെ 3 സ്ഥലങ്ങളിലായിട്ട് എംബ്രോയിഡറി ചെയ്ത് സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്ത് പാക്കറ്റ് ചെയ്താണ് അത് ഇവിടുന്ന് ചെയ്യാണ്. ഇവിടുന്ന് ഫോർ എക്സാമ്പിൾ പ്ലെയിൻ ക്ലോത്ത് കൊണ്ടുവന്നാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 5-6 മീറ്റർ പ്ലെയിൻ ക്ലോത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സാരി കൺവേർട്ട് ആയി ദുപ്പട്ടാസ് ഒക്കെ അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റും. ഇവിടെ ചെയ്യാൻ പറ്റും. ഒരു ശരിക്കും പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ് അത് അല്ലേ. അത് ശരിക്കും ആൾക്കാർക്ക് അറിയില്ല. ഇതിപ്പോ നെക്സ്റ്റ് ഇതാണെങ്കിലോ പിന്നെ ഇതാണ് കുർത്തീസിന്റെ ഹോൾസെയിലേഴ്സിന്റെ ഐഡിയ അനുസരിച്ച് നമ്മൾ കൊടുക്കും. ഐഡിയാസ് നമ്മൾ മിക്സപ്പ് ചെയ്യും. ഇതൊക്കെ നല്ല ഡിസൈൻ ആണ്. ഇതൊക്കെ ഇവിടുന്ന് ചെയ്യുന്നതല്ലേ? 100% മെഷീനിൽ ചെയ്യണം. ബീഡ്സ് ഇത് ജസ്റ്റ് നോക്കിയാൽ ബീഡ്സ് ഒക്കെ ഇവിടുന്ന് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് അതൊക്കെ മെഷീൻ നമുക്ക് ഭാവി കാണിച്ചു അല്ലേ. ഇതും കട്ട് വർക്ക് എംബ്രോയിഡറി ആണ്. കട്ട് വർക്ക് എംബ്രോയിഡറി ഇത് മെഷീൻ കട്ട് ചെയ്യുന്ന ടൈപ്പ് ഉണ്ട്. മെഷീൻ കട്ട് ചെയ്യും. മെഷീൻ കട്ട് ചെയ്യുന്ന ടൈപ്പ് ഉണ്ട്. സോൾഡ് രണ്ടും ഉണ്ട്. വ്യത്യാസം വരും. പൂമ്പാല ഡിസൈൻ ഇതൊക്കെ ഡിസൈൻ തന്നെ അല്ലേ? പാച്ച് എംബ്രോയിഡറി. അപ്പൊ നമുക്ക് എന്ത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. എന്ത് പ്രൊഡക്ഷൻ ചെയ്യാം. അത് നമ്മുടെ പേഴ്സസ് ആണ്. ചില ബുട്ടീക്സിലേക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ കൊടുക്കുന്ന ചെറിയ പേഴ്സ് അല്ലേ? നല്ല രസമുണ്ട്. അതായത് നമുക്കിപ്പോ നമ്മുടെ മനസ്സിലൊരു ഡിസൈൻ വന്നു, ആ ഡിസൈൻ നിങ്ങളോട് പറഞ്ഞു ചെയ്തു തരും. അത് മിനിമം എന്തെങ്കിലും ക്വാണ്ടിറ്റി ഉണ്ടോ? മിനിമം 150 ആണ്. 150 പീസ് എന്താണെങ്കിലും 150 പീസ് അടിക്കണം. സാരീസ് ദുപ്പട്ടസ് 50 പീസ്. അത് വലിയ വർക്കാണ്. നമുക്ക് സാധനങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി ചെയ്താൽ ശരി. കുറച്ച് കുർത്തിയാണെങ്കിൽ 150 പീസ് നിൽക്കാം. പക്ഷെ അത്രയും വർക്ക് ഉണ്ട്. ഒരു മെഷീൻ അല്ലല്ലോ അല്ലേ? ഒരു മിനിമം ഒരു 1 ടൈം അത്ര അടിക്കാൻ പറ്റും, തയ്ക്കാൻ പറ്റും. നമുക്ക് ഇവിടെ ഒരു 4000 പീസ് പെർ ടൈം പ്രൊഡക്ഷൻ. ഒരു ദിവസം 4000 പീസ് കൂടെ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും. അത് ഹെവി കപ്പാസിറ്റി ആണല്ലേ? ഓക്കെ. ഇതാണെങ്കിലോ ഇത് നമ്മുടെ ഡെക്കോർ ഐറ്റംസ് ആണ്. നമ്മുടെ സോഫൊക്കെ എല്ലാം അല്ലെ? സോഫൊക്കെ ഇത് ഓൺലൈൻ പാർട്ടി ചെയ്യുന്നതാണ്. ഓൺലൈൻ പാർട്ടി ചെയ്യുന്നതാണ്. സാമ്പിൾ അടിച്ചിരിക്കും അല്ലേ? ഇതൊക്കെ നല്ല രസമുണ്ട്. ഇതൊക്കെ നമ്മൾ ശരിക്കും ഇതൊക്കെ നമ്മളെ വിചാരം ഗുജറാത്തിലോ അതുപോലെ അഹമ്മദാബാദിലൊക്കെ ചെയ്യുന്ന എല്ലാവരും വിചാരം 50 റുപ്പീസ് 100 റുപ്പീസ് അങ്ങനെ എംബ്രോയിഡറി ചാർജ് അത്രയും വരും. കൊടുക്കും. പ്രീമിയം ആയിട്ട് ആണല്ലേ? ശരിക്കും കേരളത്തിൽ ഇതുപോലത്തെ സ്ഥാപനം സത്യം ഞാൻ കഴിഞ്ഞ ആഴ്ച അറിയാം. സത്യത്തിൽ ഇതാണ് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണെങ്കിലോ നല്ല എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യുന്ന ദുപ്പട്ടാസ് ആണ്. ഫുൾ പേൾ വർക്കാണ്. ഇതൊക്കെ 100% മെഷീനാണ്. 100% മെഷീനിൽ പേൾ വർക്കാണ്. ഇതൊക്കെ ഈ ഡിസൈനൊക്കെ ഇവിടെ ഈ എംബ്രോയിഡറി ഒക്കെ ഇവിടെ ഫുൾ 100% നമ്മൾ ഇവിടെ ചെയ്യുന്നതാണ്. അത് പ്രീമിയം കസ്റ്റമേഴ്സിന് വിളിച്ചേക്കും അല്ലേ? ഇതൊക്കെ നല്ല നമ്മുടെ ക്രിസ്ത്യൻ വെഡിങ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഓൺലൈൻ കൂടുതൽ ചെയ്യുന്ന ആൾക്കാരാണ് ഡിസൈൻ. ഇതാണെങ്കിലോ നെക്സ്റ്റ് ആണെങ്കിൽ ഇതും ഒരു പ്രീമിയം സെഗ്മെന്റ് സാരി അല്ലേ? ഫുൾ പേൾ 5.5 മീറ്റർ ഫുൾ പേൾ വർക്കും. ഫോർ എക്സാമ്പിൾ ഇതുപോലത്തെ വൈറ്റ് ക്ലോത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് സാരിയെ കൺവേർട്ട് ചെയ്യാം. പുതിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി മാറി. അത് ഇതൊക്കെ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർ നോക്കിക്കോട്ടെ. നമുക്ക് ഒരു ഓൺലൈൻ ബിസിനസ് അല്ലെങ്കിൽ ചെറിയൊരു എന്താ പറയുക ടെക്സ്റ്റൈൽ ബിസിനസ് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മളെ ഹൗസ് വൈഫ് ബന്ധപ്പെട്ടാൽ മതി അല്ലേ? ഫുൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ഇത് നെക്സ്റ്റ് ആണെങ്കിലോ ദുപ്പട്ട സിമ്പിൾ നോർമൽ എംബ്രോയിഡറി പ്ലസ് പേള്. പക്ഷെ നല്ല കാണാൻ പ്രീമിയം ഭയങ്കര ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കും ബ്രോ. അത് കാരണം നല്ല രസമുണ്ട്. ഒരു ചെറിയ ഷാൾ ദുപ്പട്ടേട്ടാ അത് ഇവിടെ ചെയ്ത് കേട്ടോ. എനിക്ക് ഭയങ്കര നമ്മൾ എന്താ പറയുക പ്രൊഡക്ഷൻ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അതിന്റെ വർക്കിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടോ? ക്വാളിറ്റി പക്ക ഗ്യാരണ്ടി അല്ലേ? 100% അത്രയും പെർഫെക്റ്റ് ലെവൽ 100% പെർഫെക്റ്റ് ലെവൽ ചെയ്യുള്ളൂ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിപ്പോ 5.5 മീറ്റർ സാരിയാണല്ലേ? ഇതെല്ലാം കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. എത്ര പീസ് അടിച്ചു കൊടുക്കാൻ പറ്റും?
10,000 പീസോട് 10,000 പീസ് അടിച്ചു കൊടുക്കാൻ പറ്റില്ലേ? നെക്സ്റ്റ് ഇതാണെങ്കിലോ? ഇത് പാച്ച് എംബ്രോയിഡറി ആണ്. പാച്ച് പ്ലസ് പേൾ പ്ലസ് നോർമൽ അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതാണെങ്കിൽ ഇത് എന്ത് എംബ്രോയിഡറി ആണ്? ഇത് പേൾ നോർമൽ പിന്നെ ഒരു 5 to 6 7 കളേഴ്സ് മിക്സ് ചെയ്തിട്ടുള്ള ഇത് പാച്ച് എംബ്രോയിഡറി. അത് നല്ല ഗോൾഡൻ വർക്കും കാര്യങ്ങളൊക്കെ. 2 കളർ പാച്ചസ്, 2 പാച്ചസ് വരും, 3-4 കളേഴ്സ് ഇതുണ്ട്. പിന്നെ പേൾ ഉണ്ട്. ഇത് ഓൺ ഡിസൈൻ ആണോ? നിങ്ങൾ ഡിസൈനേഴ്സ് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഡിസൈനേഴ്സ് ഉണ്ട്. ഓൾറെഡി ബ്രോ ഒരു ഫാഷൻ ഡിസൈനർ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് നമ്മൾ വർക്ക് ചെയ്ത സാമ്പിൾസ് ഇതൊക്കെ ഇത് എത്ര ഫോർ എക്സാമ്പിൾ എത്ര ഒരു മന്ത്ലി നമ്മൾ എത്ര ഒരു ഡിസൈൻസ് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്? അങ്ങനെ കപ്പാസിറ്റി നമുക്ക് ഇവിടെ മാത്രമല്ല, നമുക്ക് പുറത്ത് അതിന്റെ വർക്കുകൾ കണ്ടമാനം നടക്കുന്നുണ്ട്. അപ്പൊ എത്ര വോളിയം വന്നാലും നമുക്ക് ചെയ്യാൻ പ്രശ്നമില്ല അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഡിസൈൻസ് വരുന്നത്. നമുക്ക് പ്രൊഡക്ഷൻ കണ്ടു നോക്കിയാലോ? അപ്പൊ ഇതാണ് നമ്മുടെ ഒരു കമ്പനീന്റെ ആ ഒരു പ്രൊഡക്ഷൻ ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ കാണുന്ന മൊത്തം മെഷീൻ സംഭവം ഈ ഡിസൈൻ, ഈ കാണുന്ന ഡിസൈനാണ് ഇവിടെ ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പക്ക സ്പീഡില് കുർത്തീസിന്റെ സംഭവം തെറ്റായിക്കൊണ്ടിരിക്കുന്നത്. ബ്രോ ഇതിപ്പോ നമ്മളിവിടെ ചെയ്തോണ്ടിരിക്കുന്ന പോലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യം എന്താ ചെയ്യുക? ആദ്യം എങ്ങനെ സംഭവം? ആദ്യം നമ്മള് നല്ല ഡിസൈൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഇതിങ്ങനെ ഓരോ ബോർഡർ വർക്കുകളാണ്, ഓരോ വർക്കുകളാണ് അല്ലേ? ബോർഡർ വർക്കുകളാണ്. അത് ഇവർ ഡിസൈൻ ചെയ്താണ്. ഇവിടെ ചേച്ചി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നല്ല പുതിയ ഡിസൈൻസ്. ഇത് മൊത്തം ഇവിടുന്ന് വരച്ചതിന് ശേഷമാണ് നമ്മൾ ശേഷം പിന്നെ ഇത് നമ്മള് കാര്യങ്ങൾ അപ്രൂവൽ കൊടുക്കും. അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ പ്രോഗ്രാമിംഗ് ഇത് ജസ്റ്റ് കാണിച്ചിട്ട് ഇവിടെ തന്നെ കണ്ടോക്കാം. എക്സ്പോർട്ട് ആയിരിക്കും അല്ലേ? സ്കാൻ ചെയ്ത് കയറ്റി നമ്മൾ ഇതിൽ പ്രോഗ്രാം ചെയ്യും. ബീഡ്സ് കൊടുക്കണ്ടേ, എവിടെയൊക്കെ പാച്ച് തന്നെ അതൊക്കെ ഇതിൽ അലൈൻ ചെയ്യും. മെഷർമെന്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കും. അതിനുശേഷം പ്രിന്റ് ആക്കും. അത് പ്രോഗ്രാം ആവും, ഓടാനുള്ള പ്രോഗ്രാം ആവും. അത് കഴിഞ്ഞിട്ട് അത് പെൻഡ്രൈവിൽ നമ്മൾ മെഷീനിലേക്ക് കൊടുക്കും. മെഷീനിൽ കൊടുത്തിട്ട് അതിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്ത് പെർഫെക്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതായിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ. ഇതിപ്പോ ഒരു കമ്പ്യൂട്ടർ പോലത്തെ സംഭവത്തിൽ എന്തോ കണ്ടോണ്ടിരിക്കുന്നത്. ഇതിപ്പോ അവിടുന്ന് ചെയ്ത ഡിസൈൻ ആയിക്കോട്ടെ ഈ കാണുന്നത്. അതെ, ഇതാണ് അവിടുന്ന് പ്രോഗ്രാം ചെയ്തിട്ട് കൊടുക്കും. ഇത് കട്ട് വർക്ക് എംബ്രോയിഡറി ആണ്. കട്ട് വർക്ക് എംബ്രോയിഡറി കാണുന്നത്. ഇതിന് ബ്ലേഡ് ഉണ്ട്. ഈ ബ്ലേഡ് വെച്ച് തന്നെ കട്ട് ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഹോൾ ആവും. മറ്റേതുപോലെ അയണിങ് ചെയ്ത് ചെയ്യണതല്ല, അപ്പൊ കരി വീഴില്ല. വൈറ്റ് ഫാബ്രിക്കിലൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ചെയ്യാല്ലേ. അതായത് കട്ട് വർക്ക് ബോറിംഗ് എന്ന് പറയും. കട്ട് വർക്ക് ഇതിപ്പോ ഇതുപോലെ അവിടുന്ന് ഒരു ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്ന സംഭവം ഇവിടെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുക അല്ലേ? ഇതിപ്പോ ഒരു മണിക്കൂർ എത്ര പൈസ കൊടുക്കാൻ പറ്റും ഏകദേശം? ഇത് ഡിപ്പെൻസ് അപ്പോൺ വർക്ക് ആണെങ്കിൽ ഒരു മണിക്കൂറിന് 12 പീസ് അടിക്കും അല്ലേ? ഇതിപ്പോ ഒരു 1 2 3 4 8 മെഷീൻ ഉണ്ട് നോക്കിയാ. ഇവിടുന്ന് ഇങ്ങനെ 8 ഇത് അത് ഓൺ ആയി. ഇത് വർക്കിംഗ് അല്ലേ? ഇത് വർക്കിംഗ് ആണ്. ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ നോക്കിയാൽ. അതായത് ഇവിടെ ഒരേ സമയത്ത് 8 ഡിസൈനർ 8 വർക്ക് നടന്നുകൊടുക്കുന്ന സംഭവമാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ വിശേഷങ്ങൾ കണ്ടു കഴിയുമ്പോൾ നെക്സ്റ്റ് നമുക്ക് എന്താണ് ഉള്ളത്? ചാനലി ഇതൊരു 5-6 ഫങ്ഷൻസ് ഉള്ള മെഷീൻസ് ആണ്. ഇതിനകത്ത് ചാനലി ഉണ്ട്. ഈ ഡിവൈസ് ചാനലി ലൂപ്പ് എന്നൊക്കെ പറയും. ചാനലി എംബ്രോയിഡറി ചെയ്യാം, ലൂപ്പ് എംബ്രോയിഡറി ചെയ്യാം. കിഡ്സിനൊക്കെ ഈ മറ്റേ വൂവൺ ഫാബ്രിക്കിൽ ഇങ്ങനെ ഹെയറി ആയിട്ടുള്ള എംബ്രോയിഡറി ഉണ്ടല്ലോ, അത് ചെയ്യാനും. പിന്നെ ഹാൻഡ് ത്രെഡ് ആരി ഉണ്ട്. നമ്മൾ കൈ കൊണ്ട് ചെയ്ത് ഇത് ഓണായല്ലേ? ഓണായി നോക്കിയ വെറൈറ്റീസ് ആണ്. ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് അത്രയും സ്പീഡായിരിക്കുമല്ലോ, ഭയങ്കര സ്പീഡാണ്. നല്ല ആർപ്പത്തിൽ ഓടുന്നതാണ്. ഇതിന്റെ നീഡില് ഹാൻഡില്ലേ, ഹാൻഡ് ടൈപ്പ് ആണ്. താഴത്തെ പുള്ളി ചെയ്തെടുക്കുന്ന ടൈപ്പ് നീഡിലാണ്. അപ്പോ നമ്മൾ ശരിക്കും ഹാൻഡ് എംബ്രോയിഡറി ചെയ്തതിന്റെ ഫീൽ കിട്ടും. അത്രയും പെർഫെക്ഷൻ ആയിരിക്കും അല്ലേ? ഈ കാണുന്നത് ഇതോടൊക്കെ ഒരു മണിക്കൂർ അത്രയും ലെവൽ ചെയ്യുന്ന ഒരു കിടിലം മെഷീൻസ് ആയത്. ഇതിപ്പോ ഈ ലൈനിൽ എത്ര മെഷീൻ ഉണ്ട് ഏകദേശം? ഈ ലൈനില് 4 മെഷീൻ ഉണ്ടല്ലേ? ആ ലെവലിൽ പുള്ളിക്ക് ചെയ്തു 5 മെഷീൻ ഉണ്ടല്ലേ? ഞാൻ ജസ്റ്റ് കാണിച്ചു കൊടുക്കുക. ആ ഒരു സ്പീഡ് കണ്ടോ? ജസ്റ്റ് നോക്കിക്കോ, അതിന്റെ വർക്ക് സ്പീഡായത് അത്രയും പെർഫെക്ഷൻ ലെവലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ചാനലി അല്ലേ? നമുക്ക് ഷുഗർ ബീഡ് എംബ്രോയിഡറി ചെയ്യാൻ പറ്റും. എല്ലാം ആഡ് ചെയ്യാൻ പറ്റും അല്ലേ? മിക്സ് ചെയ്യാൻ പറ്റും. ആ ടെക്നോളജി അങ്ങനെയാണ് അല്ലേ? ഇതിപ്പോ ജസ്റ്റ് നോക്കട്ടോ, ഇത് പല ക്ലോത്ത് കാണുന്നല്ലോ, വൈറ്റ് റെഡ് റിക്വയർമെന്റ് അനുസരിച്ചിട്ടായിരിക്കും അല്ലേ? ഇതിപ്പോ പല ക്ലോത്തിൽ ഒരേ ഡിസൈൻ തന്നെയാണ് ഇവിടെ ചെയ്യുന്നുണ്ട്. നല്ല ഇത് ജസ്റ്റ് ഫോക്കസ് ചെയ്തേക്കോ. ഇതൊക്കെ നമ്മളെ എന്താ പറയാ ക്ലാസിക് അപ്പയർ ഇൻഡസ്ട്രി ചെയ്യുന്ന വർക്ക്സ് ആയത്. ഇതിപ്പോ ഡിസൈൻ നമ്മൾ അതുപോലെ ചെയ്തോളൂ, ഒരു പുതിയ ഡിസൈൻ ചെയ്ത്. ഇനിയിപ്പോ ഏത് ഡിസൈൻ കൂടെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും. പുതിയ ടെക്നിക്സ് ആണ്, രീതിയിലുള്ള വർക്കുകൾ ചെയ്യുന്നല്ലേ? ഇപ്പൊ സൈഡിലാണെങ്കിലോ ഇത് കോഡിംഗ് എന്ന് പറയും. കോഡിങ് അതിന്റെ വേറെ ടൈപ്പിംഗ്. ഇപ്പൊ നടക്കുന്നത് കോഡിംഗ് ആണ്. കോഡിംഗ് അല്ലേ? അതിൽ കനം കൂടിയ ത്രെഡ് വെച്ചിട്ട് നമ്മളിങ്ങനെ റൂട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്ക്. ശരിക്കും നമ്മൾ അതിന്റെ വർക്ക് സ്പീഡ് കാണുന്നില്ല അല്ലേ? ഇങ്ങനെ ഒരു പാമ്പഴയുന്നവരെ തോന്നുന്നു നമുക്ക് അല്ലേ? ഇത് ജസ്റ്റ് ആയിക്കോട്ടെ. ഇത് ഒരു വർക്ക് കോഡിംഗ് എന്ന സംഭവം കേട്ടോ.
ആ ഡിസൈൻ്റെ വർക്കിംഗ് അത് അത്രയും സ്പീഡിൽ വെച്ച് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല അല്ലേ? അത്രയും സ്പീഡാണ്, അക്യൂറേറ്റ് ആണ്. ഇതിപ്പോ ഇതിന്റെ സ്റ്റാഫ് ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫ് ഇവിടുത്തെ ആൾക്കാരാണ് അല്ലേ? എക്സ്പെർട്ട് ആൾക്കാരാണ് അല്ലെ? കുറെ കൊല്ലങ്ങളായിട്ട് ചെയ്യുന്നതാണ്. അതൊക്കെ ഭയങ്കര ഇഷ്ടം. എല്ലാവരും പഠിപ്പിച്ച് സെറ്റാക്കി കൊടുത്താണല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ അപ്പുറത്തെ 2 ഡിസൈൻ വർക്ക് കണ്ടു കഴിഞ്ഞു. ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? പാച്ച് എംബ്രോയിഡറി ആണ്. ഇങ്ങോട്ട് പാച്ച് എംബ്രോയിഡറി. ഇതിപ്പോ ഇങ്ങനെ വർക്ക് കണ്ട, ഈ വർക്ക് നമ്മളിങ്ങനെ ഒരു ഔട്ടിംഗ് ഒക്കെ വരും. ഔട്ടിംഗ് അടിച്ചിട്ട് പൂമ്പാറ്റൊക്കെ വരും അല്ലേ? വെറൈറ്റി ഫ്ലവർ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഔട്ടിംഗ് അടിച്ച് ഇതേപോലെ ഫ്ലവർ അത് ഈ കാണുന്ന ഡിസൈൻ അവിടെ വരും. ശരിക്കും നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ കാണുന്ന ഈ ഡിസൈൻ ഇപ്പൊ വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരും. ശരിക്കും ഇത് പശയാണ്. ലേബിള് പോലെ ഒട്ടിക്കാൻ വേണ്ടി അതാണ് പവറിൽ കമ്മായിരിക്കും. ലേസർ മെഷീനിൽ കട്ട് ചെയ്യണം. ഇതിനാണ് നമുക്ക് ലേസർ മെഷീൻ. അതിനാ ലേസർ മെഷീൻ അല്ലേ കട്ട് ചെയ്യാൻ വേണ്ടി. ജസ്റ്റ് അതിന്റെ വർക്കിംഗ് കണ്ടോക്കാം. ഇതാ പാച്ച് എംബ്രോയിഡറി. പാച്ച് എംബ്രോയിഡറി അല്ലേ? പാച്ച് എംബ്രോയിഡറി, ആപ്ലിക് പാച്ച് എംബ്രോയിഡറി സംഭവം ജസ്റ്റ് നോക്കിക്കോട്ടാ. ഇത് കണ്ടോ, ഇത് പാച്ച് എംബ്രോയിഡറി എന്ന സംഭവം. ഇപ്പൊ ഇതിന്റെ വില ഇത് വർക്ക് ചെയ്തതിന് ശേഷം ഈ പൂമ്പാറ്റ ഡിസൈൻ എന്തുവേണം ഒട്ടിച്ചു കൊടുക്കാം. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കല്ലേ? 24 hours ആണ് കമ്പനി. 24 hours ആണ്. ഇതില് നമുക്ക് ഹെഡ് അടുത്തടുത്ത ഹെഡ് ആയതുകൊണ്ട് സാരീസ്, റണ്ണിങ് മെറ്റീരിയൽസ് ഒക്കെ നല്ല കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട്. സാരീസ് നമ്മൾ നേരത്തെ കണ്ട പോലെ സാരീസിൽ വർക്ക് ചെയ്യാൻ പറ്റും. അടുത്തടുത്ത് പെട്ടെന്ന് വർക്ക് തീരും. സ്പീഡായിരിക്കും ഭയങ്കര. അതായത് ഇതിന് ഏകദേശം 1, 2 മുതൽ 10-20 ഹെഡ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? 26 ഹെഡ് ഉണ്ട്. അതുകൊണ്ട് എത്ര ഏകദേശം ഒരു സാരിന്റെ നീളം ഉണ്ടാവും എന്തായാലും അല്ലേ? കറക്റ്റ് സാരിന്റെ നീളം. പണി തീർന്നല്ലേ? ഇപ്പുറത്താണെങ്കിലോ സാരി സെയിം ടെക്നോളജി അല്ലേ? ഹൈ സ്പീഡ് ടെക്നോളജി. നമ്മളിപ്പോ ഇതില് നമുക്ക് മാറ്റി അടിക്കും. ടോപ്പ് അടിച്ചോണ്ടിരിക്കുകയാണ്. അടിക്കും ആവശ്യം വർക്ക് അനുസരിച്ചിട്ടല്ലേ? കുർത്തി ചിലപ്പോൾ കുർത്തി, സാരി ചിലപ്പോൾ സാരി, ബാക്കി നോക്കാം. പാച്ച് എംബ്രോയിഡറിന്റെ 2 ഈ കാണുന്ന സെക്ഷൻ ആണെങ്കിലും ഇപ്പുറത്ത് അടിച്ചോണ്ടിരിക്കട്ടാ. നല്ല അടിപൊളി കുർത്തീസ് ഒക്കെ ആ പാച്ച് എംബ്രോയിഡറി ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മളിവിടെ കാണുന്നത്. അതായത് ഒരു മണിക്കൂറിൽ പാച്ച് എംബ്രോയിഡറിന്റെ കട്ടിങ് മെഷീൻ ഇപ്പുറത്തുണ്ട്. ചെയ്താണ് ഇവിടുന്ന് ചെയ്തന്നെയാണ്. പാച്ച് നോർമൽ, അതിന്റെ മുകളിൽ ബീഡ്സ്, സീക്വൻസ് മിക്സ് ചെയ്തിട്ട് എല്ലാ വർക്കും ഒന്നിച്ച് വന്നു. 4 വർക്കുകൾ ഒരുമിച്ച് വന്നു. 4 വർക്ക് ഒന്നിച്ച് വന്നു. സീക്വൻസ് ഒക്കെ കൂടി സാമ്പിൾ ചെയ്ത് കൊടുക്കണം. അത് കസ്റ്റമർ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല, ബിസിനസ് കൺവിൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെ സാമ്പിൾ അടിച്ച് കൊടുക്കും. അവർ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഓർഡർ വരും അല്ലേ? പാച്ച് കട്ട് ചെയ്തു. ലേസറാണോ? എന്റെ മോനെ ലേസറിൽ ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കിയാ ടെക്നോളജിയാണോ? ലേറ്റസ്റ്റ് മെഷീനാണ്. ഈ പിക്ചറൊക്കെ ഒപ്റ്റിമൈസ് ചെയ്ത് കറക്റ്റ് അതുപോലെ തന്നെ വെട്ടിയെടുക്കും. കറക്റ്റ് അളവില്. അതായത് നമ്മുടെ ഇതിന്റെ പേരെന്താ കറക്റ്റ് പറയുകയാണെങ്കിൽ ഇത് ലേസർ മെഷീൻ. അത് ഒപ്റ്റിമൈസർ ലേസർ മെഷീനിൽ കട്ട് ചെയ്യുന്ന കണ്ട ശരിക്കും അതിനോട് കൈ വെച്ച കൈ മുറിയും അല്ലേ? അത്രയും പവർ ചെറിയ രീതിയിൽ പൊള്ളു അല്ലേ? ലേസർ ലെവലിൽ നോക്കി നല്ല നമ്മുടെ ഇതിപ്പോ നമ്മൾ അവിടെ കാണുന്ന ഡിസൈൻ പൂമ്പാറ്റ അല്ലേ? ആ ഡിസൈനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നല്ല ഹൈടെക് ടെക്നോളജിയാണ്. ഫുൾ മെഷീൻ ഹൈടെക് ആണല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ലേസർ കട്ടിങ് മെഷീൻ കണ്ട് അപ്പൊ നെക്സ്റ്റ് അടുത്തിരുന്ന് പോകുന്ന പ്രശ്നമില്ല. പേള് നമ്മളെ മുത്ത് അല്ലെ? മുത്തിന്റെ ചെയ്യാൻ പറ്റുന്ന പരിപാടി. ഇതൊക്കെ മെഷീൻ പണ്ടൊക്കെ കൈ കൊണ്ട് കോർത്തോണ്ടിരുന്ന കാര്യം ഇപ്പൊ ടെക്നോളജി മെഷീനായി. ഇത് മുത്താണല്ലേ? 12 mm. ഇത് 2 ബോള്. ഇത് ഇത് മെഷീനാണല്ലേ? ഇതിപ്പോ ഇത് ചെയ്യുവോ? ഒന്ന് ഒന്ന് ചെയ്ത് കാണിച്ചു നോക്കിയാ. ഇത് കണ്ട പേള് നമ്മൾ ഇങ്ങനെ ഇത് കൊള്ളാല് സംഭവം ഒക്കെ നമ്മളെന്താ പറയാ, നമ്മളെ കുർത്തിയിലൊക്കെ ഉണ്ടല്ലോ ആ മുത്ത് പേളടിച്ചോണ്ടിരിക്കട്ടെ. കൈ കൊണ്ട് പണ്ട് കൈ കൊണ്ട് ചെയ്ത സംഭവങ്ങളൊക്കെ ഇപ്പൊ മെഷീനിലാണ്. അത് നമ്മള് ഫുൾ ടെക്നോളജി മാറി. ഒരു മിനിറ്റിൽ ഒരു കുർത്തി. അപ്പം ബ്രോ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ക്ലാസിക് അപ്പ ഇൻഡസ്ട്രിയുടെ സംഭവം കണ്ടു കഴിഞ്ഞു. ഇതൊക്കെ ഇവിടുത്തെ വർക്ക് അല്ലേ? ശരിക്കും ഇത് കാണുമ്പോൾ നമ്മൾ ബംഗ്ലാദേശോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ഈ ഗുജറാത്തിൽ സൂറത്തിലൊക്കെ എത്തിയ അവസ്ഥ വരുന്നുണ്ട്. അത് കേരളത്തിൽ ഇതുപോലത്തെ ഒരു സ്ഥാപനം, അത് നിങ്ങളെപ്പോലത്തെ ഒരു യുവ സംരംഭം നടത്തുന്നതാണ് നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് സന്തോഷം കേട്ടോ. ഇതിപ്പോ ഇനി എന്താ എന്താ ഫ്യൂച്ചർ എന്താണ് ശരിക്കും ഇതിന്റെ ഭാവി? ഫ്യൂച്ചറിന് എവർലാസ്റ്റിംഗ് ഫ്യൂച്ചറാണ്. നമ്മള് സംഭവങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പങ്ങൾ വരാറില്ല. പിന്നെ നമ്മള് എപ്പോഴും പുതിയ പ്രൊഡക്ട്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കും. പ്രൊഡക്ട്സില് പ്ലാറ്റ്ഫോം, മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് പുതിയ പ്രൊഡക്റ്റുകൾ എങ്ങനെ ഡിസൈൻ ഡെവലപ്പ് ചെയ്ത് എങ്ങനെ ഭംഗിയാക്കി കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും. പല സെക്ടേഴ്സിൽ നോക്കാം. അങ്ങനെ പല രീതിയിലാണ് നമ്മളത് പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വേറെ കഴിഞ്ഞു ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരാൾക്ക് അത്യാവശ്യം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ, ഇപ്പോൾ അതായത് മാനുഫാക്ചറിങ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്? മാനുഫാക്ചർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇപ്പൊ പൊതുവെ എല്ലാവരും
നോർമലി പുറത്ത് പോയി മേടിച്ച് ട്രേഡിങ് ചെയ്യുന്നത്. പക്ഷെ അത് ഭൂരിഭാഗം ആൾക്കാർ ചെയ്യുന്നതുകൊണ്ട് അതിലധികം പ്രോഫിറ്റ് സ്റ്റോക്ക് കടമനം വരും. അപ്പോ ഓട്ടോമാറ്റിക്കലി ആദ്യം ആൾക്കാർ അത് ചെയ്ത് നോക്കിയിട്ട് പിന്നെ സ്വന്തമായിട്ടുള്ള ഒരു ഐഡിയയിൽ പിന്നെ അത് വരും. അതൊക്കെ കറങ്ങി തിരിഞ്ഞ് കുറച്ച് പൈസ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് വലിയ അനുഗ്രഹം. പ്രത്യേകിച്ച് ലേഡീസിന് ഓൺലൈൻ പ്ലാറ്റ്ഫോം നടത്തുന്ന ലേഡീസ് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അവർക്കൊക്കെ കുറച്ചും കൂടി ആക്സസ് എളുപ്പമാണ്. പിന്നെ പറഞ്ഞ പോലെ ദൂരം പോകാൻ സഞ്ചരിക്കാൻ താല്പര്യം അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ കൊച്ചിയിലേക്ക് വന്നാൽ മതി. എനിക്ക് ഗുജറാത്തിലേക്ക് പോകണ്ട, ബംഗ്ലാദേശിലേക്ക് പോകണ്ട, കൊച്ചിയിലേക്ക് വന്നാൽ മതി അല്ലേ? അത് എനിക്ക് തോന്നിയ കേസ് വെച്ചാല് ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ പറഞ്ഞു ഇപ്പോൾ സാരി, ഇത് ഈ സാരി തന്നെ നമുക്ക് അത്യാവശ്യം ചെറിയ ബഡ്ജറ്റ് ഇവിടെ മാനുഫാക്ചർ ചെയ്തിട്ട് നല്ല മാർജിൻ സെയിൽ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ അതൊരു ഓപ്പർച്യൂണിറ്റി ആണ് അല്ലേ? അതുകൂടെ കുർത്തീസ് ആണെങ്കിലും ബാക്കിയുള്ള എന്ത് ആക്സറീസ് ആണെങ്കിലും ഉണ്ടാക്കാം. നമ്മുടെ മനസ്സിൽ തോന്നുന്ന സാധനം നമുക്ക് കയ്യിൽ കിട്ടി അല്ലേ? അതുതന്നെ സിംഗിൾ വർക്ക് ഒരിക്കലും ചെയ്യില്ലല്ലോ. സിംഗിൾ വർക്ക് നമ്മൾ ചെയ്യില്ല, ഓൺലി ഹോൾസെയിൽ. സിംഗിൾ വർക്ക് മുതലാവില്ല. അതെ, ഇത്രയും വർക്കിംഗ് ചെയ്യണമല്ലോ അല്ലെ? ഒരുപാട് പ്രീ വർക്കുകളുണ്ട്. അപ്പൊ ആ പ്രീ വർക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ കോസ്റ്റിംഗ് ഒരിക്കലും താങ്ങില്ല. മൊത്തം ഡിവൈഡ് ചെയ്ത് പോകണമെങ്കിൽ അതുപോലെ പോകണം. മിനിമം കുർത്തീസ് ആണെങ്കിൽ 150 പീസ്, സാരീസ് ഒക്കെ ആണെങ്കിൽ 50 പീസ് ആ റേഞ്ചിലൊക്കെയാണ് ചെയ്യുന്നുണ്ടല്ലേ? ഇതിപ്പോ ഈ ബുക്കിലൊക്കെയാണ് സംഭവം എന്തൊക്കെയാണത്? ഇതൊക്കെ കളർ ചാർട്ടാണ്. ബുക്കിൽ ഇപ്പൊ ഒരു കസ്റ്റമറിന് ഇപ്പൊ കോട്ടൺ ഡസ്റ്റി ഷെയ്ഡില് കോട്ടൺ എഫക്റ്റിലുള്ള വർക്കുകൾ വേണമെന്ന് പറയും. ഈ ഡെക്കോർ ഐറ്റംസിലൊക്കെ ഇതൊക്കെ ഡെക്കോർ ഐറ്റംസിലൊക്കെ വന്നേക്കുന്നത് ഇങ്ങനെ കോട്ടൺ ഷൈനിങ് ത്രെഡ് അല്ല, ഒരു മാറ്റ് ഫിനിഷ് ടൈപ്പ് അല്ലേ? മാറ്റ് ഫിനിഷ് ടൈപ്പ്. അപ്പൊ അതിനുള്ള ചാർട്ടാണ് അതല്ലേ? ശരിക്കും നമ്മള് ഏഷ്യൻ പെയിന്റിന്റെ പെയിന്റ് ഒക്കെ സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ ക്ലോത്ത് സെലക്ട് ചെയ്തല്ലേ? അത്രയും കളർ ചാർട്ടുണ്ട്. പറഞ്ഞ കളേഴ്സ് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടോ? 8 സെറ്റ് കളേഴ്സ്. ലോകത്ത് കിട്ടുന്ന എല്ലാ കളേഴ്സും നിങ്ങളുടെ കയ്യിലുണ്ടോ അല്ലേ? വരുത്തിച്ചു കൊടുക്കും അല്ലേ? അതിന്റെ ഡിസൈൻസ് ഒക്കെ ഈ കാണുന്നത് കോഡിംഗ് ആണ്. കോഡിങ്ങിന്റെ പല ടൈപ്പ് കോഡിങ്. ഇത് നല്ല സോഫ്റ്റ് ടൈപ്പ് ആണല്ലേ? ഒരു ഗ്ലോസി സോഫ്റ്റ്. കൊള്ളാം. ഇതൊക്കെ അതിന്റെ ഡിസൈൻസ് ആണ്. പല ടൈപ്പ് ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഏറ്റവും സെറ്റ് ഈ എംബ്രോയിഡറി കാറ്റഗറി പെടുന്ന എല്ലാ സർവീസും 100% ഗ്യാരണ്ടിയോടെ ചെയ്തു കൊടുക്കും അല്ലെ? ക്വാളിറ്റി മസ്റ്റ്. അതാണ് നമ്മുടെ മുഖപത്രം അല്ലെ? ഓക്കെ. അപ്പൊ എന്തായാലും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം വെച്ചാൽ ഇതുപോലത്തെ സ്ഥാപനങ്ങളൊക്കെ കേരളത്തിൽ നല്ല രീതിയിൽ നല്ല ആൾക്കാർക്ക് ഉപകാര രീതിയിൽ പ്രവർത്തിക്കുന്നതാണെന്ന് തന്നെ നമ്മളെ പോലത്തെ യുവാക്കൾക്ക് സന്തോഷം. അപ്പൊ എന്തായാലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു.